ദാണ്ട് ഓല കൊണ്ട് നമുക്കൊരു തത്തയെ ഉണ്ടാക്കിയാലോ. ആദ്യമായിട്ട് നമുക്കൊരു ഓലക്കൊടി ഇങ്ങനെ എടുക്കുക. അതിനുശേഷം അതിങ്ങനെ കീറിയിട്ട് 2 പാർട്സ് ആക്കിയിട്ട് എടുക്കുക. ഓക്കെ, എന്നിട്ട് അതിൽ ഒരു ഭാഗം ഇതുപോലെ ഇങ്ങനെ കണ്ടില്ലേ, ശ്രദ്ധിച്ച് നോക്കി, ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഇങ്ങനെ വളച്ച് പിടിക്കുക. കറക്റ്റായിട്ട് പിടിക്കുക. താഴത്തെ 2 ഒരേ ലെവലിൽ വരണം. എന്നിട്ട് മറ്റേ ഭാഗം, ഓലക്കൊടിയുടെ മറ്റേ ഭാഗം എടുത്തിട്ട് ആദ്യം വളച്ച് വെച്ചതിൻ്റെ അകത്തെ കൂടി ഇച്ചിരി അതിൻ്റെ ഒരെൻഡ് കുറച്ച് പുറത്ത് വരത്തക്ക രീതിയിൽ വെക്കുക. എന്നിട്ട് മറ്റേ എൻഡ് അതിൻ്റെ രണ്ടാമത്തെ പുറത്ത് ഇരിക്കുന്ന കാലിൻ്റെ അടിയിൽ കൂടി മോളിൽ കൂടി നമ്മൾ വളച്ച് വെച്ചില്ലേ, അതിലെ കൂടി കറക്കി എടുക്കുക. ഓക്കെ, അതിലെ കൂടി കറക്കി എടുത്തതിന് ശേഷം ഈ ആദ്യം വളച്ച് വെച്ച ആ കാലുണ്ടല്ലോ, ആ കാലിൻ്റെ മുകളിൽ കൂടി എടുക്കുക. മുകളിൽ കൂടി എടുത്തിട്ട് ഇങ്ങനെ വെക്കുക. എന്നിട്ട് ആ രണ്ടാമത്തെ കാലുണ്ടല്ലോ, ആദ്യം വളച്ച് വെച്ച, അത് അകത്തെ കൂടി ഇടുക. ഇതിൻ്റെ അകത്തെ കൂടി ഇട്ടിട്ട് ഈ 2 എൻഡും ഇങ്ങനെ പിടിക്കുക. ഓക്കെ, ഇച്ചിരി സ്റ്റിപ്പായി പോകുന്നു. അപ്പം സൂക്ഷിച്ച് നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. സ്ലിപ്പായി പോയതുകൊണ്ട് അപ്പോൾ ഇതിങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ പിടിച്ച് വലിക്കുക. 2 എൻഡ് ഇതുപോലെ പിടിച്ച് വലിക്കുമ്പോൾ ഈ ബോൾ പോലെ, അതായത് ഒരു ബോൾ, ഒരു സ്ക്വയർ പോലെ ഇങ്ങനെ നല്ലൊരു ഷേപ്പിൽ ഈ ഓല ഇങ്ങനെ വരുന്നതായിരിക്കും. ഓക്കെ, എന്നിട്ട് അടുത്തതായി നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, ഈ 2 കാലും ഉണ്ടല്ലോ, ഈ ഇങ്ങനെ പുറത്ത് നിൽക്കുന്ന കാല്, അപ്പോൾ അതിനെ ഒരേ ഭാഗത്തെത്തിക്കണം. അപ്പം അതിൽ ഒരു കാല് നിൽക്കുന്ന ഭാഗത്തിൻ്റെ ഓലയുടെ അടിവശത്ത് ഇച്ചിരി ചെറിയൊരു ക്രാക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് മറ്റേ ആ പുറത്ത് തള്ളി നിൽക്കുന്ന ആ ഭാഗം അതിനകത്ത് കൂടി, അത് നമ്മൾ ക്രാക്ക് ചെയ്തില്ലേ, ഇച്ചിരി ക്രാക്ക് ചെയ്ത് അതിനകത്ത് കൂടി മെല്ലെ കയറ്റിയെടുക്കുക. അപ്പോൾ ഈ 2 കാലും ഒരു വശത്ത് വരും. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. വളരെ സിമ്പിളായ കാര്യമാണ്. ഇതുപോലെ തന്നെ മറ്റേ വശവും തിരിച്ചു പിടിച്ചിട്ട് ഇതുപോലെ തന്നെ മറ്റേ കാലും ചെയ്യുക. അപ്പം അതുപോലെ തന്നെ ക്രാക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിനകത്ത് കൂടി ഈ കാലും ഇങ്ങനെ കയറ്റുമ്പം 2ഉം ഓപ്പോസിറ്റ് സൈഡിലായിട്ട് വരും. അപ്പം രണ്ട് കാലുകൾ തമ്മിൽ ഒരു വശത്ത് വരും, മറ്റേ കാലുകളും ഒരു വശത്ത് വരും. അപ്പം ഒരു ഷേപ്പിൽ വരും. നിങ്ങളത് നോക്കിക്കോളൂ, അത് എങ്ങനെയാ വരുന്നതെന്ന്. ഓക്കെ, ദാണ്ട കണ്ടില്ലേ. അപ്പം ഈ ഒരു ഷേപ്പിൽ നമുക്ക് ആ ഓലയെ കിട്ടി. ഓക്കെ, ഇനി അടുത്ത പ്രോസസ്സ് എന്ന് വെച്ചാൽ, ഇതിന് എക്സ്റ്റെൻഡ് ആയിട്ട് കുറച്ച് ഈ കാല് കുറച്ച് കൂടുതലായിട്ട് നിൽക്കുന്ന ഭാഗം നമുക്കിങ്ങനെ മുറിച്ച് കളഞ്ഞിട്ട് അതിൻ്റെ അവിടെ ആ ഭാഗത്ത് ഈ തത്തയുടെ തലയുടെ ഷേപ്പിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്യുക. ഓക്കെ, തത്തയുടെ തലയുടെ ഷേപ്പിൽ ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതിന് ഒരു മറ്റേ എന്താ പറയുക, ചുണ്ടൊക്കെ ഇങ്ങനെ അതിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതേ കണ്ടില്ലേ, ഒരു തത്തയുടെ തലയുടെ ഷേപ്പ് പോലെ ആയില്ലേ. അപ്പം ഇതുപോലെ കറക്റ്റ് രീതിയിൽ നമ്മൾ കട്ട് ചെയ്താൽ കറക്റ്റ് തലയുടെ ഷേപ്പിൽ വരും. ഓക്കെ, എന്നിട്ട് നമ്മൾ അതിൻ്റെ അതിൻ്റെ വാൽ ഭാഗം കുറച്ച് കൂടുതലായി നിൽക്കുന്ന ഇങ്ങനെ മുറിച്ച് കളഞ്ഞതിന് ശേഷം ഇനിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനെ ഇങ്ങനെ പാരൽ പിടിച്ചിട്ട് അതിനിങ്ങനെ ക്രോസ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് ഏകദേശം അതിൻ്റെ തൂവൽ പോലെ ഇങ്ങനെ വരും. തത്തയുടെ തൂവലിൻ്റെ ഒരു ഷേപ്പ് പോലെ നല്ല ഫ്രീ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നതായിരിക്കും. അപ്പം ഇത് ചെയ്തതിന് ശേഷം ഇനി തത്തയ്ക്ക് നമുക്കൊരു കാല് വെക്കണ്ടേ. അപ്പോൾ കാലിനായിട്ട് നമ്മൾ നേരത്തെ മുറിച്ചെടുത്ത ഓലക്കൊടിയുടെ ഈർക്കിൽ ചെറുതായിട്ട് വളച്ചതിന് ശേഷം അതിൻ്റെ അടിവശത്ത് കൂടി ഇങ്ങനെ ഉള്ളിൽ കൂടി കയറ്റി കൊടുക്കുക. അപ്പോൾ ഇച്ചിരി കൂടുതലായിട്ടുള്ള ഭാഗം നമ്മൾ എന്താ ചെയ്യുക, ഇച്ചിരി മുറിച്ച് കളയുമ്പം അതിൻ്റെ കറക്റ്റ് കാലിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ആ ഓല കൊണ്ടുള്ള തത്ത ദാണ്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് തത്ത? ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു.
അപ്പം നമുക്ക് ഈ തത്തയെ നമ്മളെ ഇവിടെ ഷോക്കേസിലും ഇതുപോലെയുള്ള സ്ഥലത്തൊക്കെ നമുക്ക് വെക്കാവുന്നതാണ്. നല്ല അടിപൊളി ഒരു ലുക്കായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വണക്കം.